ശ്രീ കെ യു ജനീഷ് കുമാർ, അങ്ങേക്ക് 10 മിനിറ്റ് സാർ സംസാരിക്കും. ഈ നന്ദി പ്രമേയത്തെ ഞാൻ അനുകൂലിക്കുകയാണ് സാർ. കഴിഞ്ഞ ദിവസമാണ് ഹരിവരാസനം പാടി ശബരിമല തീർത്ഥാടന കാലം അവസാനിച്ചത്. ഇന്നലെ മലയാള മനോരമ ഒരു മുഖപ്രസംഗം, അതിൻ്റെ തലക്കെട്ട് ഇങ്ങനെയാണ് സാർ: ഭക്തമനം നിറച്ച് തീർത്ഥാടന കാലം, ശബരിമലയിൽ കണ്ടത് ഏകോപിത പ്രവർത്തനങ്ങളുടെ വിജയം. സാർ, കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വലിയ പരിശ്രമമാണ് സാർ ഇവരെല്ലാം കൂടി ശബരിമലയിൽ നടത്തിയത്. ആ എല്ലാ കുത്തിത്തിരിപ്പുകാരെ കൊണ്ടും അയ്യപ്പൻ ഇത്തവണ തിരുത്തി എഴുതിച്ചു, തിരുത്തി പറയിപ്പിച്ചു എന്നുള്ളതാണ് ഈ ശബരിമല തീർത്ഥാടന കാലത്തിൻ്റെ പ്രത്യേകത. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും ദേവസ്വം വകുപ്പ് മന്ത്രിയെയും എല്ലാം ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ വളരെ സൂക്ഷ്മമായ ഇടപെടലാണ് സാർ ഈ തീർത്ഥാടന കാലം വിജയമാക്കി തീർത്തത്. ദേവസ്വം മന്ത്രി തീർത്ഥാടനത്തിൻ്റെ പ്രധാന സമയങ്ങളിലെല്ലാം ശബരിമലയിൽ ക്യാമ്പ് ചെയ്ത് നിന്നുകൊണ്ട് നടത്തിയിട്ടുള്ള പ്രവർത്തനമാണ് സാർ ഭക്തലക്ഷങ്ങൾക്ക് സുഗമമായ തീർത്ഥാടനം ഒരുക്കിയത്. രാത്രിയും പകലൊന്നുമില്ലാതെ, വ്യത്യാസമില്ലാതെ, ഊണും ഉറക്കവുമില്ലാതെ പ്രശാന്തിൻ്റെ നേതൃത്വത്തിലുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, അവരുടെ അംഗങ്ങൾ, ഉദ്യോഗസ്ഥർ, എല്ലാ വകുപ്പിലെയും ഉദ്യോഗസ്ഥർ, പോലീസ് ADGP ശ്രീജിത്ത് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒരു വലിയ പരിശ്രമം, അതാണ് ഈ തീർത്ഥാടനത്തെ സുഗമമാക്കിയത്. കഴിഞ്ഞകാല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ എടുത്തിട്ടുള്ള തീരുമാനങ്ങൾ, അവിടെ എത്തിയിട്ടുള്ള കോൺഗ്രസ് നേതാക്കന്മാരെ കൊണ്ടുപോലും നല്ലത് എന്ന് പറയിപ്പിക്കാൻ കഴിഞ്ഞു സാർ. ഇത് മാത്രമല്ല, 717 കോടി രൂപയുടെ ലേ ഔട്ട് പ്ലാൻ മന്ത്രിസഭ അംഗീകരിച്ചിരിക്കുകയാണ്. 25 വർഷം മുമ്പിൽ കണ്ടുകൊണ്ടുള്ള ശബരിമല വികസനം. ഞാൻ ഗവൺമെന്റിനെ ഈ അവസരത്തിൽ ഞാൻ അങ്ങേയറ്റം അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ് സാർ. ഞാൻ മറ്റു കാര്യങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കണ്ണീരിൽ പുരണ്ട ഒരു ആത്മഹത്യാ കുറിപ്പിലെ ചില വരികൾ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത് വയനാട്ടിലെ DCC പ്രസിഡന്റായിരിക്കുന്ന കോൺഗ്രസിന്റെ നേതാവ് ആയിരുന്ന NM വിജയനാണ്. ട്രഷററായിരുന്ന NM വിജയനാണ്. നിലവിൽ വയനാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ട്രഷററാണ്. തൃശൂർ ഗുരുവായൂരപ്പൻ കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത ശേഷം KSUവിൽ സജീവ പ്രവർത്തകരായിരുന്നു. അന്ന് സഹപാഠി KPCCയുടെ പ്രസിഡന്റായിരുന്ന മുല്ലപ്പള്ളി രാമചന്ദ്രനും സുജനപാലും എല്ലാമായിരുന്നു. 10 വർഷം കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി ആയിരുന്നു. പിന്നീട് സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ മത്സരിച്ച് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റായി, DCCയുടെ സെക്രട്ടറിയായി, പഞ്ചായത്ത് പ്രസിഡന്റായി, വൈസ് പ്രസിഡന്റായി, DCCയുടെ ട്രഷററായി. ആത്മഹത്യാക്കുറിപ്പിൽ നിരവധി കാര്യങ്ങളുണ്ട്. K. സുധാകരൻ മന്ത്രിയായിരിക്കുമ്പോൾ റെസ്റ്റ് ഹൗസിൽ വിശ്രമിക്കാതെ അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയാണ് വിശ്രമിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. അദ്ദേഹത്തിന്റെ അച്ഛൻ ഒരു കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആയിരുന്നു എന്നും അദ്ദേഹം അഭിമാനപൂർവ്വം പറയുന്നുണ്ട്. പിന്നീട് അദ്ദേഹത്തിന്റെ നൊമ്പരമായ അനുഭവങ്ങൾ, ഭാര്യ മരിച്ചതും മകൻ മാനസിക അസ്വസ്ഥയുള്ള ആളാണെന്ന് പറയുന്നതും എല്ലാമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ആ കുറിപ്പ് വായിച്ചാൽ എനിക്ക് 1 മണിക്കൂർ തരണം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് പൂർണ്ണമായി പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. കണ്ടന്റ് ഇതാണ് സാർ: ആ മനുഷ്യനെ കൊലപ്പെടുത്തി, ആരെ മാനസികമായി തകർത്ത് പൊതുസമൂഹത്തിൽ അപമാനിച്ച് ഞാൻ ആത്മഹത്യ ചെയ്യുന്നു. കാരണം ഈ നിയമസഭയിലെ ഒരു കോൺഗ്രസിന്റെ MLA IC ബാലകൃഷ്ണൻ, അവിടുത്തെ കോൺഗ്രസിന്റെ സമുന്നതരായിട്ടുള്ള നേതാക്കന്മാരായിട്ടുള്ള DCC പ്രസിഡന്റ് ND അപ്പച്ചൻ, ഗോപിനാഥൻ ഒക്കെയുള്ളവരുടെ പേരുണ്ട്. മരിച്ചതിനു ശേഷം പോലും എന്റെ പ്രസ്ഥാനം അപമാന ഭാരത്താൽ മാറരുത് എന്ന് കണ്ട
അറിയാതെ ആകെ ഒരാഗ്രഹമേ ഉള്ളൂ, എൻ്റെ കുടുംബത്തിന്, ബാക്കി അവശേഷിക്കുന്ന കുടുംബത്തിന് പോലും മാന്യമായി ജീവിക്കാൻ കഴിയണം, അതിന് അവസരം ഒരുക്കണം. എത്ര അപമാനം! ഇങ്ങനെ ഒരു കോൺഗ്രസ്സുകാരന്, കോൺഗ്രസ് നേതാവിൻ്റെ ആ വാക്കുകൾക്ക് നിങ്ങൾ മനുഷ്യത്വപരമായ ഒരു സമീപനമെങ്കിലും സ്വീകരിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇത് DCC ട്രഷറിന്റെ അവസ്ഥയാണെങ്കിൽ KPCC ട്രഷറിന്റെ അവസ്ഥ എന്തായിരുന്നു സാർ? വി പ്രതാപചന്ദ്രന്റെ മരണം KPCC ട്രഷററായിരുന്നു. KPCCയുടെ ആദ്യകാല നേതാവ് മുൻ മന്ത്രി വരദരാജൻ നായരുടെ മകൻ. അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന് പറഞ്ഞത് ആരാണ് സാർ? പറഞ്ഞത് മകനാണ്, കുടുംബമാണ്. അന്വേഷണ കമ്മീഷൻ നിങ്ങൾ പ്രഖ്യാപിച്ചു. എവിടെ ആ അന്വേഷണ റിപ്പോർട്ട്? INTUCയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് PT പോൾ ആത്മഹത്യ ചെയ്തു, ആരോപണം വന്നു. എന്തു നടപടി നിങ്ങൾ എടുത്തു? VV ജോൺ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കാലുവാരി അതിൽ മനം നൊണ്ട ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്ക് ധാർമ്മികത നഷ്ടപ്പെട്ടിരിക്കുന്നു. മലപ്പുറത്ത് തുവൂരിൽ നമ്മുടെ ഒരു വീട്ടമ്മ സുജിത, ആ വീട്ടമ്മയെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തി കൊന്നു കുഴിച്ചുമൂടി കുഴിയിലാക്കി പുറത്ത് മിറ്റിലുമിട്ട അതിനു മുകളിൽ പട്ടിക്കൂടും സ്ഥാപിച്ച ആള് ആരാണെന്നറിയുമോ? യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറി വിഷ്ണു ആണ്. അവരുടെ പാർട്ടിയായി ഈ പാർട്ടി കോൺഗ്രസ് കേരളത്തിൽ മാറുകയാണ്. എന്തു ധാർമ്മികത സാർ ഇവർക്കുള്ളത്? തിരുവഞ്ചൂർ സാർ പ്രസംഗിക്കുന്നത് കേട്ടു. RSSനെതിരെ ആരാണ് സാർ RSS ശാഖകൾക്ക് കാവൽ നിന്നത്? CPMകാരാ? RSS കാര്യാലയത്തിന് ശാഖകൾക്ക് കാവൽ നിന്നത് ഞാനാണ്, സംരക്ഷണം കൊടുത്തത് ഞാനാണെന്ന് പ്രഖ്യാപിച്ച ആളാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റ് സുധാകരൻ. ഗോൾവൽക്കറുടെ ഛായാചിത്രത്തിനു മുമ്പിൽ പോയി വിളക്ക് കെടുത്തി അദ്ദേഹത്തിന്റെ മഹത്വവൽക്കരിച്ചു പ്രസംഗിച്ച ആളാണ് അങ്ങയുടെ മുമ്പിൽ ഇരിക്കുന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഇവിടെ ഷംസുദ്ദീൻ ഘോരഘോരം പ്രസംഗിക്കുന്നത് കേട്ടു. എന്റെ ഷംസു, നിങ്ങളുടെ പാർട്ടിയുടെ കൊടി പിടിക്കാൻ, ആ കൊടി പിടിക്കാൻ സമ്മതിക്കാത്ത കോൺഗ്രസിനോട് നിങ്ങൾക്ക് ഉരിയാടാൻ കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കിപ്പോ വേണ്ടത് അൻവറല്ലേ സാർ? കേരള രാഷ്ട്രീയത്തിൽ ഒരു ഉരക വർഗത്തിന്റെ സ്വഭാവമാണ് അൻവറിനുള്ളത്. എല്ലാവർക്കും അറിയാം, ഓന്തിന്റെ സ്വഭാവം. കേരള രാഷ്ട്രീയത്തിൽ ഓന്തിന്റെ റോളാണ് അൻവർ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് നിറം മാറും, പറഞ്ഞതെല്ലാം തിരുത്തി പറയും. അങ്ങനെയുള്ള അൻവറിനെയാണിപ്പോ ഇവർ മുമ്പിലേക്ക് നിർത്തിയിട്ടുള്ളത്. കോൺഗ്രസ് ആയിരുന്നു അൻവർ, ഇടയ്ക്ക് ഞങ്ങൾ പിന്തുണ കൊടുത്തു, MLA ആയി. 5,60,000 പാർട്ടി അംഗങ്ങളുള്ള ഞങ്ങൾക്ക് ഒരു പാർട്ടി മെമ്പർഷിപ്പ് പോലും അൻവറിനില്ല. ഞങ്ങളുടെ പാർട്ടിയെ ഒരു ചുക്കും ചെയ്യാൻ നിങ്ങൾ എത്ര അൻവറിനെ ഉപയോഗിച്ചാലും നടക്കില്ല എന്ന് ഞാൻ പറയുകയാണ്. ഇവിടെ ജൂനിയർ ആർട്ടിസ്റ്റുകൾക്ക് വലിയ നിലയിലുള്ള തിരക്കാണിപ്പോ സാർ. കാരണം അൻവറിന്റെ പരിപാടിക്ക് പോകണം സാർ. നിങ്ങളുടെ പാർട്ടി നേതാക്കന്മാരെ കുറിച്ച് എന്തെല്ലാമാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? രാഹുൽ ഗാന്ധിയെ കുറിച്ച് ഒരു പ്രസംഗത്തിൽ പറഞ്ഞത് ഞാനിവിടെ വായിക്കുന്നില്ല സാർ. അദ്ദേഹത്തിന്റെ DNA പോലും പരിശോധിക്കണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല സാർ. ആ പറഞ്ഞ ആളാണ് സാർ അൻവർ. നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് എന്താണ് സാർ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ പ്രതിപക്ഷ നേതാവിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് ഉയർന്ന യോഗ്യതയുണ്ടായിട്ടും കുടുംബത്തെ ഉപേക്ഷിച്ച് അന്യ സംസ്ഥാനത്ത് ജോലിക്ക് പോകേണ്ടതിനാൽ അവ ഒഴിവാക്കി ആയിരക്കണക്കിന് കുടുംബിനികളുടെയും ലക്ഷക്കണക്കിന് അഭ്യസ്തവിദ്യരായ യുവജനങ്ങളുടെയും കഞ്ഞിയിൽ മണ്ണുവാരിയിട്ടിട്ട് സ്വാർത്ഥരും കൊടും വഞ്ചകനും സാമൂഹ്യ വിരുദ്ധരും ധിക്കാരിയും അഹങ്കാരിയും സർവോപരി നല്ലൊരു അഭിനേതാവുമായ VD സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ പദവിയിൽ ഈ നിയമസഭയിൽ ഇരിക്കുമ്പോൾ അതിലൊരു അംഗമാകുവാൻ അതിനു മുമ്പിൽ ജനങ്ങളുടെ മുമ്പിൽ തലകുനിക്കുന്നു, എനിക്ക് അപമാനമാണ് എന്ന് പ്രസംഗിച്ച, ഈ സഭയിൽ പ്രസംഗിച്ച
അൻവറാണ് സാർ ഇപ്പോ നിങ്ങളുടെ രക്ഷകനായി പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ഞങ്ങൾക്ക് ജനകീയ പ്രശ്നങ്ങളാണ് പ്രധാനം. നിങ്ങളെല്ലാ സാമ്പത്തികമായി ഞെരുക്കാൻ കേന്ദ്ര ഗവൺമെന്റും എല്ലാം ശ്രമിക്കുമ്പോ ലക്ഷക്കണക്കിന് പാവപ്പെട്ടവന്റെ പെൻഷൻ വീണ്ടും മുടങ്ങാതെ അവന്റെ വീടുകളിലെത്തുകയാണ്. 2 മാസത്തെ പെൻഷനാണ് ഇപ്പൊ പ്രഖ്യാപിക്കുന്നത്. ഞങ്ങൾക്കറിയാം സാധാരണപ്പെട്ടവന്റെ പ്രയാസം. ഭൂമിയുടെ ഉടമകളല്ലാത്ത ആളുകൾക്ക് അവരെ ഭൂമിയുടെ ഉടമകളാക്കുക എന്ന ലക്ഷ്യത്തിൽ 1,80,000 പട്ടയങ്ങളാണ് സാർ ഈ കാലത്ത് വിതരണം ചെയ്തിട്ടുള്ളത്. അങ്ങനെ ജനപക്ഷത്തു നിന്നാണ് സാർ ഈ ഗവൺമെന്റ് മുമ്പോട്ട് പോകുന്നത് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് എന്റെ പ്രസംഗം അവസാനിപ്പിക്കുന്നു.